എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പം മിക്കവാറും എല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു മാറ്റവും ഇല്ല, എല്ലാം സെയിം റുട്ടീനായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നിച്ചൂട്ടിനെ എണീപ്പിക്കാൻ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഓമനിച്ച് കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ നിച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കലുണ്ട്. എന്നിട്ടിങ്ങനെ എടുത്തിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു പ്രായത്തിൽ കുറച്ചിങ്ങനെ ഒരു ഓമന കൂടൂലേ. അപ്പോൾ പല്ലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിച്ചൂട്ടിക്ക് സ്നാക്സ് കൊണ്ടുപോകണം സ്കൂളിൽ. ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ് സ്കൂളാണല്ലോ. അതുകൊണ്ട് സ്നാക്സിനായിട്ട് ഞാനിന്നൊരു സിമ്പിൾ കായ്പോള ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് 2 വലിയ പഴം എടുത്തിട്ടുണ്ട്, ഒരു 4 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. വലിയ പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് 4 മുട്ട എടുത്തത്. അപ്പോൾ അതും കുറച്ച് പാലും കൂടെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും മധുരം വളരെ ലൈറ്റായിട്ട് മാത്രമേ ഇടലുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിച്ചൂട്ടിക്ക് ഇപ്പോൾ അത് ശീലമായി. കുറച്ച് മധുരം കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിച്ചൂട്ടി കഴിച്ചോളും. അതുകൊണ്ട് മധുരം അത്രയും ശീലിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും അങ്ങനെ ശീലിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത് മക്കളെ. അധികം മധുരം കൊടുത്താൽ അതിന് മധുരത്തിന് അഡിക്ഷൻ വരും അവർക്ക്. അപ്പോൾ ഒന്ന് പഴ നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പാത്രം അത്ര ചെറുതായി പോയി തോന്നിയുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ കായ്പോള ഇങ്ങനെയൊന്നും അല്ല ആക്കലെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ഞാനൊരു തട്ടിക്കൂട്ട് കായ്പോളയാണ് ആക്കുന്നത്. രാവിലത്തെ ആ തിരക്കിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കായ്പോളേൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തേക്കലുണ്ട്. പീസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിച്ചൂട്ടി കഴിച്ചോളൂ. അടിയിൽ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു തവ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതാക്കി ചെയ്താൽ മതി. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ നിന്ന് തന്നെയാണ് ഇപ്പം കഴിക്കൽ. അപ്പോൾ എൻ്റെ പണിയും നടക്കും, അതുപോലെ നിച്ചൂട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനും എല്ലാം പറ്റും. ദോശയും തക്കാളി ചട്നിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിച്ചൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ട, പുളിക്കുന്നതെന്നെല്ലാം പറയുന്നത്. തലേന്ന് അരച്ച ദോശ ചിലപ്പോൾ ഒരു പുളിപ്പ് വരൂലേ, അത് നിച്ചൂട്ടിക്ക് തീരെ ഇഷ്ടമല്ലേ. കുഞ്ഞു ഭാവിയല്ലേ, അവർക്കെല്ലാം ഇഷ്ടം വരാനായോ എന്നെല്ലാം നമ്മൾ പണ്ടുള്ളവരെല്ലാം ഇങ്ങനെ പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മോൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണെങ്കിൽ ഓൾ കഴിക്കുകയേ ഇല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് പാലുണ്ടായതിനെ അത് കാച്ചിയിട്ട് കുറച്ച് മധുരം ഇട്ടിട്ട് കൊടുത്തു. അങ്ങനെയാകുമ്പം ദോശ അതിനകത്ത് മുക്കിയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ. ഞാനിവിടെ ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പണ്ണി ഇവിടെ നിന്ന് ജോറ് കളിയിലാണ്. അതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നത് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം അങ്ങനെ കഴിച്ചു. അപ്പോഴേക്ക് കായ്പോള ഇതാ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തത് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോഴാണ് വാവക്കല്ല മുത്താറി വെള്ളത്തിലിട്ടിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. രാവിലെ എണീറ്റപാട് എപ്പോഴും ചെയ്യുന്നതാണ്. ഇന്നത് വിട്ടുപോയി. ഒന്ന് ട്രാക്കിലേക്ക് വരണം. 2-3 ദിവസമല്ലേ ആഴ്ചയുള്ളൂ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇതാ മുത്താറി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. മുത്താറി ഫുള്ള് പൊടിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ 1-2-3 ദിവസം ഇങ്ങനെ കൊടുത്ത് ഒന്ന് ഡൈജഷനെല്ലാം കറക്റ്റ് ആവട്ടെ, അതിന് ശേഷം തോടോടുകൂടി പൊടിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേഗം പോയിട്ട് നിച്ചൂട്ടിനെ സെറ്റാക്കാൻ വേണ്ടി പോവാം. ഞാൻ പല്ലേപ്പിച്ചിട്ട് ഏട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. ബാക്കി ടോയ്ലറ്റിൽ പോയി കുളിയെല്ലാം ഏട്ടൻ കഴിപ്പിച്ചിട്ട് കൊണ്ടുതരും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടുണ്ടായ ശീലമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിച്ചൂട്ടിനെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. എനിക്ക് മോളെ സ്കൂളിൽ വിടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുക്കിയിട്ട് വിടണം കേട്ടോ. എന്നാലും മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. മുടിയെല്ലാം ഒന്ന് ചീകി ഒതുക്കി ക്ലിപ്പെല്ലാം കുത്തി പൊട്ടെല്ലാം അങ്ങനെ ഫുൾ ഒരുക്കി വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. നമുക്ക് പെമ്പിള്ളേറാകുമ്പോൾ അങ്ങനെല്ലാം ചെയ്യാൻ പറ്റുമോ. ഇത് അടുത്ത ആളും ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഇനി അതിനെയും കൂടെ 2 ആളെയും കൂടെ ഒരുക്കേണ്ടി വരും. അപ്പോൾ റിൻചൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ കായ്പോളും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് അധികം വെച്ച് നിൽക്കാൻ സമയമില്ലാത്തതാണ് ഞാൻ ഒന്ന് തിരിച്ചിട്ടു കേട്ടോ. അതാണ് മേലെ ഈ ഒരു കളർ കാണുന്നത്. പക്ഷേ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് നിച്ചൂട്ടിക്ക് ടിഫിനിലേക്ക് മാറ്റി വെക്കണം. നിച്ചൂട്ടി എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. പോവാൻ നേരത്ത് കുറച്ച് സമയം അധികം ഉണ്ടാവും. എപ്പോഴും റെഡി ആയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് മാത്രമേ വണ്ടി വരാറുള്ളൂ. ആ ഒരു രീതിക്കാണ് എപ്പോഴും റെഡിയാക്കുന്നത്. അങ്ങനെയാകുമ്പം ഹറിബറി ആയിട്ട് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 3 പീസ് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ ഷെയർ ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യലുണ്ട്. നിച്ചൂട്ടിനെ എണീപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ യാമിക്കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് തൊട്ടിലിടുവേ. അതിൻ്റെ ഇടയിൽ എന്തായാലും എണീക്കും. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാം അയച്ചെടുക്കും. അപ്പോൾ നിച്ചൂട്ടി പോകുന്ന സമയം വരെ നിച്ചൂട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് എൻ്റെ മോളെ എടുക്കണം, എന്നാലേ ഞാൻ സ്കൂളിൽ പോകൂ എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഇതാ ചേച്ചി എടുത്തിട്ടുണ്ട്. പക്ഷെ കണ്ണടയെല്ലാം പിടിച്ച് വലിക്കുന്നുണ്ട്, അത് ഒഴിവാക്കി. അപ്പോഴേക്ക് ഇതാ ഓട്ടോ വരേണ്ട സമയമായി. ഓട്ടോവും വന്നിട്ടുണ്ട്. ഇപ്പോൾ വേഗം തന്നെ വരും കേട്ടോ. നിച്ചൂട്ടി 10 മണിക്ക് പോയാൽ 3 മണിയാകുമ്പോഴേക്ക് തിരിച്ച് ഓട്ടോ എത്തും. അതുകൊണ്ട് തീരെ സമയമില്ല. ഇപ്പം ആ ഒരു ഗ്യാപ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നിച്ചൂട്ടി വരേണ്ട സമയമാവും. പോണോ കല്ലട ഇങ്ങോട്ട് വാടി, ഇന്നോട്ട് വാടി.
നിച്ചൂസ് ടൈം കഴിഞ്ഞു, ഇനി യാമീസ് ടൈമാണ്. ഓരോരാളെ ആയിട്ട് ഇങ്ങനെ സെറ്റാക്കുകയാണ്. ആ പോകുന്ന സമയത്ത് മൊത്തം നിച്ചുട്ടിൻ്റെ കൂടെ വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയെല്ലാം സഹായത്തിനുള്ളതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. പിന്നെ യാമീനെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തു, ഡയപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ട് നിലത്ത് പായലിട്ടിട്ടുണ്ട്. നിലത്ത് പായിന് ഇപ്പോൾ ജോറ് കളി കളിക്കും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ പായലിടലാണ്. യാമീ യാമീ വാ, അമ്മേൻ്റെ വാവാ വാ കണ്ണീ. യാമിക്ക് ഇന്നലെ ഉറക്കം ശരിയായിട്ടേ ഇല്ലേ, അതുകൊണ്ട് മുഖത്തെല്ലാം ഒരു ഉറക്കച്ചടവുണ്ട് അത്ര. കുറേ പ്രാവശ്യം എണീറ്റോണ്ട് എന്നീ കള്ളിപ്പെണ്ണ് അല്ലേ യാമിസേ? മുട്ട് കുത്തിയിട്ട് പോകേണ്ട തിരക്കിലാന്ന് ഇപ്പം. കാലിൻ്റെ മുട്ട ഓൾമോസ്റ്റ് ഇങ്ങനെ കുത്തിയേ, ഇനി കൈയും കൂടെ പൊന്തിച്ചാലായി. ഈ കളിപ്പാട്ടം നോക്കിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടായതാന്നേ. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതാ ആളിതാ അങ്ങോട്ടെത്തി. അതാ ഇപ്പം പുറത്തെത്തും. യാമി യാമി എവിടെ പോന്നേ, എവിടെ പോന്നേ? സാധാരണ നിച്ചു പോയാട് യാമിൻ്റെ കുളി ഉണ്ടാവലുണ്ട്. ഇപ്പം പിന്നെ കുറുക്ക് കുടിക്കേണ്ടതുകൊണ്ട് കുറുക്കും കുടിച്ചിട്ടാ കുളിക്കും. എന്തായാലും മേത്തെല്ലാം ആവൂലേ അന്നേരം, അതുകൊണ്ട് കുറുക്ക് കൊടുത്തിട്ടാണ് കുളിപ്പിക്കൽ. എന്നാ നോക്കുന്നേ, കടിച്ചു തിന്നാലോന്ന് തോന്നും ചില സമയത്ത്. കടിച്ച് തിന്നാൻ തോന്നും ചില സമയത്ത്. കഴിക്കണോ? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായ കുടിക്കൂലേ, ഒരു 11 മണി ആ സമയമാകുമ്പോഴാണ് ചായയോ കാപ്പിയോ എന്തെങ്കിലും ലൈറ്റ് വെക്കുക. അച്ഛനും ഞാനും ഏട്ടനും ഇപ്പോൾ ഒരു ശീലമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു 2 രൂപയുടെ ബ്രൂ കോഫി പൗഡർ ഉണ്ടല്ലോ, എൻ്റെ അപ്പ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയത്. ഒരു ഗ്ലാസ്സിന് ആ ഒരു പാക്കറ്റ് പൊടി കംപ്ലീറ്റ് ആയിട്ട് ഇടണേ. നമ്മൾ 3 ഗ്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ 3 പാക്കറ്റ് പൊടി ഇടണം. കറക്റ്റ് കടുപ്പത്തിൽ നല്ല അടിപൊളി കാപ്പി, പാൽ കാപ്പി ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. രാവിലത്തെ കായ്പോളയുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു സമയമാകുമ്പോഴേക്കും നിച്ചുട്ടിക്ക് യാമിക്കുട്ടിക്ക് വീണ്ടും ഉറക്കം വരുവേ. അങ്ങനെ കുറച്ച് തൊട്ടിലെല്ലാം ആട്ടി കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങിക്കോളും. പക്ഷെ ഒരു കാര്യമുണ്ട്, യാമീൻ്റെ പകലുറക്കം എന്ന് പറയുന്നത് കോഴി ഉറക്കാന്ന് അല്ലെങ്കിൽ പൂച്ച ഉറക്കാം എന്നാ പറയുക. പെട്ടെന്ന് തന്നെ അങ്ങ് എണീക്കും കേട്ടോ. കുറച്ച് നേരം ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം അത്രയേ ഉറങ്ങുള്ളൂ. അപ്പോൾ യാമി ഉറങ്ങുന്ന ആ സമയം കൊണ്ട് ഞാൻ വേഗം മുത്താറി ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറണ്ട് ആറ്റം പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങനെ അരിച്ചു വെക്കുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ അന്നിപ്പം കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് സെറ്റ് ആക്കണം. തോടോടുകൂടി മുളപ്പിച്ച് കൊടുത്താൽ അതിനേക്കാളും നല്ലതെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ആക്കണം. ഇപ്പം ഞാൻ ഒരാഴ്ച ആദ്യം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മൊത്തമായിട്ട് ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് അരിക്കുന്നുണ്ട്. നല്ലോണം അരക്കും കേട്ടോ. എന്നിട്ടാണ് അരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എണീക്കുമ്പോഴേക്ക്. സാധാരണ നമ്മൾ മരത്തിന്റെ കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യല്. അതിപ്പോ നല്ലോണം പോയിന്, വേഗം മോശമാവില്ല. അത് തണുപ്പിലുള്ള സമയത്ത് മഴയിലുള്ള സമയത്ത് കറുപ്പ് കളർ വരൂലേ. അതുകൊണ്ട് ഒരു സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിനെ. അതാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് വാങ്ങിച്ചത്. ഞാനിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് കാണിക്കുന്നില്ല, അതെല്ലാം ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. താഴെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ നോക്കിയാൽ മതി. അപ്പൊ വ്യൂ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓരോ ലിങ്ക് ചിലവരൊക്കെ ചോദിക്കാറുണ്ട്. മിക്കവാറും വീഡിയോയുടെ അടിയിൽ ഞാൻ ടാഗ് ചെയ്യലുണ്ട്, അവിടെ നോക്കിയാൽ കാണാൻ പറ്റുമേ. അപ്പോൾ യാമി ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് വേഗം ആ കുറുക്കൊന്നാക്കി വെക്കണം. അപ്പോൾ ഇത് മീൻകറിക്ക് വേണ്ടിയിട്ട് മുറിക്കുവാണ്. അയില കിട്ടിയിട്ടുണ്ട്. അയില ഞാൻ ഫുള്ള് പൊടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വേഗം തേങ്ങയും കൂടെ അരച്ചു കഴിഞ്ഞാൽ അത് കറിയാക്കണം. യാമി ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ എന്നല്ല, ഇപ്പം യാമിൻ്റെ മെയിൻ പരിപാടി എന്നറിയാം, ഉറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കമിഞ്ഞിട്ട് മുന്നോട്ട് മുട്ടൂത്തി പോവാൻ നോക്കും. എന്നിട്ട് കാര്യം ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഇതന്നെയാണ് കേട്ടോ പണി. അപ്പൊ ഓളോർക്കും ശരിയാവില്ല, എൻ്റെ ഉറക്കം തീരെ ശരിയാവില്ല. ഓള് പകലെങ്കിലും ഉറങ്ങി തീർക്കും. എനിക്ക് പിന്നെ പകലും കിടക്കൂല, ഞാൻ കിടക്കുകയേ ഇല്ല. പകൽ അഥവാ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി അഥവാ യാമി ഉറങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിനൊരു 10 മിനിറ്റ് ഉറങ്ങിയാൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കാൻ കിട്ടൂല. പണ്ടൊന്നും അങ്ങനെ ഇല്ലേ. പണ്ടെല്ലാം പകൽ എത്ര ഉറങ്ങിയാലും രാത്രി നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കോളും. പക്ഷെ ഇപ്പൊ തീരെ എന്തോ അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ രാത്രിയും പകലും എല്ലാം ഉറക്കില്ലാണ്ട് വെക്കുമ്പോഴേക്ക് മൊത്തത്തിൽ എന്തോ ഒരു അവസ്ഥയാവുന്നത്. കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ ഉറങ്ങാനും പറ്റൂല എന്നുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പൊ ഏതായാലും യാമി എണീക്കുമ്പോഴേക്ക് കുറുക്കും കൂടെ സെറ്റാക്കട്ടെ. എനിക്ക് കുളിപ്പിക്കണം. അങ്ങനെ എല്ലാം ചടപട ഇപ്പം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ. ഇപ്പം നിച്ചു കൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് ആകുമ്പോഴേക്ക് സമയമായി. നിച്ചു വരാനായി. 3 മണി എന്ന് പറയുമ്പോൾ നിച്ചു എത്തുമല്ല.
അതുകൊണ്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ്. എന്തെല്ലോ ചെയ്യണമെന്ന് വിചാരിക്കും, ഓരോ ദിവസവും വീഡിയോന്റെ കാര്യങ്ങളും അതും ഇതുമെല്ലാം. പക്ഷെ ഒന്നും നടക്കൂല, ഒന്നിനും സമയം കിട്ടൂല എന്നുള്ള അവസ്ഥയാണ്. മീൻകറിയും കൂടെ ആക്കുമ്പോഴേക്ക് യാമിക്കുട്ടി എണീച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കേക്കുള്ള ചോറും കറിയും വറവും എല്ലാം അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ ഉണ്ടാവില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം സമയം ദാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി പണികൾ മാത്രമേ ഉള്ളൂ, എന്നാലും സമയം തീരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കുന്നത്. തക്കാളി ഉള്ളി എല്ലാം കൂടെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. വേഗം തേങ്ങയും ചിരണ്ടി അരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വേഗം ആവും. ഒരു 10-15 മിനിറ്റ് നമുക്ക് കിട്ടിയാൽ മതി കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ആയിക്കോളും. ചില സമയത്ത് യാമീസ് അത്ര സമയം പോലും തരില്ല, അതാണ് പ്രശ്നമാവല്. അങ്ങനെ മീൻകറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതവിടെ ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് അവിടേക്ക് ഒന്ന് തുടച്ചിട്ട് ഇപ്പം തന്നെ അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല നീറ്റായിരിക്കും, പിന്നെ അടുക്കളയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേക്കും നമ്മൾ കുറുക്കിന് വേണ്ടിയിട്ട് ആക്കി വെച്ചതല്ല ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മുത്താറി ഇങ്ങനെ ആക്കുമ്പം ഈ തെളിഞ്ഞ് വന്ന വെള്ളം ഊറ്റി കളയലുണ്ട്. പണ്ട് അമ്മയും അമ്മമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല, ഞാനും അതുപോലെ ഇപ്പം ചെയ്തു കേട്ടോ. പിന്നെ പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്യുന്നത്. അത് പേരിന് ഒറ്റൊരു പീസൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, മാക്സിമം ഒന്നും ഇല്ലാണ്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നെയ്യ്, നാടൻ നെയ്യ് അന്ന് അച്ഛൻ ചോറൂണിന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അതും കുറച്ച് ഇട്ടിട്ട് അങ്ങനെയാണ് കുറുക്കി കൊടുക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസം പ്ലെയിൻ ആയിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ യാമിക്കുട്ടി എണീച്ചോളും. അധികം കട്ടിയല്ല അധികം ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഞ്ഞുമക്കൾക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിന് ചൂടാവുമ്പോഴേക്കും കറക്റ്റായിട്ട് തിക്നെസ്സിൽ ആയിക്കോളും. ആ സമയം കൊണ്ട് തന്നെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കടുകും ഉള്ളി എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയായി. ഉറക്കം കഴിഞ്ഞ ഉറങ്ങി എണീറ്റ കുറുക്ക പിടിക്കണ്ടേ? അമ്മ എടുക്കട്ടാ? അമ്മ എടുക്കട്ടെ? നീ എന്നാ കുഞ്ഞാനയാ? നീ എന്നാ പിടിക്കല്ലേ പൊന്നെ? യാമി ഇപ്പോൾ കുറുക്കൊക്കെ കുടിക്കാൻ വേണ്ടി സെറ്റായി വരുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സെറ്റ് എന്നുള്ള വാക്ക് കുറേ വട്ടമായാലും പറയുന്ന അറിയാണ്ട് വന്നു പോകുന്നതാണേ. ഒന്ന് ലെവലാവുന്ന അത്ര കേട്ടാ. ഒരാഴ്ചയെല്ലാം കഴിയുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. കുടുക്കെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം എടുത്ത് നടന്നിട്ട് പിന്നെ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പായലിടുവേ. കുറുക്ക് കൊടുക്കുമ്പോൾ തന്നെ മേത്ത് മുഴുവനായിട്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിപ്പിക്കൽ. കുറച്ച് നേരം കളിക്കുമെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എണ്ണ തേച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഉറക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം മുന്നോട്ട് നല്ലോണം എഴുതാൻ നോക്കുന്നുണ്ട്. ഈ എണ്ണ തേച്ച് കിടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ലോണം പോകാൻ പറ്റുമല്ലോ, വഴുതി ആവുമ്പോൾ. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇടും പായിൽ. പോയിക്കോറാ, പോവാൻ പറ്റിയിട്ടെങ്കിൽ ഒച്ചയാക്കുക ചെയ്യാ, പോവാൻ പറ്റിയിട്ടെങ്കിൽ ഒച്ചയാക്കുക ചെയ്യാ. യാമി പോയിക്കോ, പറ്റും, പോയിക്കോ, യാമിക്ക് പറ്റും. ആ പോയിക്കോ, ആ പോയിക്കോ. പിന്നെ യാമിക്കുട്ടീൻ്റെ ബാർ ടബ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എപ്പോഴും കമൻറ്റ് ചെയ്യലുണ്ട്. എപ്പോഴും ഞാനത് വിട്ടുപോകും കേട്ടോ. ഈ ഒരു ബാർ ടബാണ്. നമുക്കിതൊരു 3 months തൊട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ യാമിക്കുട്ടീൻ്റെ കറക്റ്റ് സൈസാണ്. കാലം നിലത്ത് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല കംഫർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്ട്രെച്ചറും ആ ഒരു കിടത്തി കൊടുക്കുന്നതെല്ലാം മുത്താറി കുറുക്ക് കൊടുക്കലും ഞാനിപ്പോൾ ഇതിൽ കിടത്തിയിട്ടാണ്. ഒരു അടിയിലൊരു പില്ലോവും കൂടെ വെച്ച് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് നല്ല കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യേ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം. കുളിയൊക്കെ കഴിഞ്ഞാലും പണ്ടത്തെ കുട്ടികൾ ഒരു 2-3 മണിക്കൂറിൽ ഉറങ്ങുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ യാമിക്കുട്ടിക്ക് അതൊന്നും ബാധകമല്ല. ഇനി കുളിച്ചാലും വയറ് നിറഞ്ഞാലും എല്ലാം നമ്മൾ മാക്സിമം അരമണിക്കൂറാണ്. അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കും. എൻ്റെ വൈറ്റമിൻ D3 കൂടെ കുളി കഴിഞ്ഞ പാടാണ് ഞാൻ കൊടുക്കും എല്ലാ ദിവസവും. നമ്മളൊരു ഫിക്സഡ് ടൈം ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കൂല. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കണം വൈറ്റമിൻ D3 കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കൊടുക്കണം. അതുകൊണ്ട് ഈ കുളി കഴിഞ്ഞ പാടെ ഞാൻ എപ്പോഴും കൊടുക്കലേ. ഏത് കമ്പനിയാണ് യൂസ് ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടാവലുണ്ട്. ഇത് ഡോക്ടറിനെ എഴുതിയതാണ് റോയൽ D3 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഡ്രോപ്സ് ആണ് കേട്ടോ യാമിക്കുട്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ യാമിക്കുട്ടീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉറങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ പാല് കുടിച്ചിട്ട് ഉറങ്ങിക്കോളും.
എനിക്ക് ഫുഡ് കഴിക്കണം. ഞാൻ കുറച്ച് കുറുക്ക് ബാക്കിയുള്ളത് കുടിച്ചു, അതുകൊണ്ട് കാര്യമായിട്ട് വിശക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഒന്ന് കുളിക്കണം, മൊത്തം മുഷിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യാമീനെ ഉറക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ കണ്ണാ? പുരികൊന്നും എഴുതാൻ ഇപ്പോൾ വിടുന്നേ ഇല്ല കേട്ടാ. ഒന്നാമത് കയ്യിൽ നിന്ന് ഉറങ്ങുന്നില്ല. ചെറുങ്ങനെ ഒന്ന് അറിഞ്ഞാൽ കൈ തട്ടി മാറ്റും, എഴുതാൻ വിടുവേ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ പൊട്ട് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ്. നല്ലോണം ഉറങ്ങിയാലേ വിടൂ, ഇല്ലെങ്കിൽ കൈ തട്ടിക്കൊണ്ടിരിക്കും. വേഗം തന്നെ ഈ ആമിക്കുട്ടീനെ ഉറക്കിയിട്ട് ഞാൻ ഫുഡും കഴിച്ചു കേട്ടോ. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. വീഡിയോ ഒന്നും ഇപ്പോൾ സമയമേ ഇല്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടല്ല എന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇത് ചോറൂണിൻ്റെ വ്ളോഗാണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഡബ്ബെല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേഗം കുളിയും കൂടെ കഴിഞ്ഞു. അപ്പോഴേക്ക് നിച്ചൂട്ടി വരേണ്ട സമയമായി. ഇപ്പം ഇതാണ് അവസ്ഥ. എല്ലാം ചെറുപട ആകുമ്പോഴേക്ക് നിച്ചൂട്ടി വന്നു. ബാക്കി അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവും. വേഗം കുളിച്ചു. ആ ഗ്യാപ്പിൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായപ്പോൾ അപ്പം നിച്ചൂട്ടി വന്നിട്ടുണ്ട്. 3 മണി എന്ന് പറയുമ്പോൾ നിച്ചു വീട്ടിലെത്തും. ഷൂ അയച്ചു വെക്ക്. സോക്സ് അയക്ക് കണ്ണ, സോക്സ് അയക്ക് കണ്ണ. ഓ അനിയത്തിനെ നോക്കാൻ പോവാ. ഉറങ്ങിയിട്ടാ പൊന്നെ? ഇപ്പൊ ഇറങ്ങിയതാടാ. എണീപ്പിക്കണ്ടവാ, എണീച്ചിട്ട് കളിക്കാവാ. മോള് വന്നപാട് ഞാൻ ബാഗ് തുറന്നിട്ട് സ്നാക്സ് എല്ലാം കഴിച്ചിട്ടുണ്ടോ, വെള്ളമെല്ലാം കുടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവേ. പിന്നെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ എന്ന് നോക്കും. അതാണ് ഏറ്റവും ആദ്യം ഞാൻ ഇങ്ങനെ അറിയാൻ വേണ്ടി കാത്തിക്കുന്നത്. കുറേ എല്ലാത്തിലും ഹോംവർക്ക് ഉണ്ടോ, കുറച്ചേ ഉള്ളൂ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഒറ്റ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട്. നല്ല നീറ്റായിട്ട് എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. അതിന് തലേ ദിവസത്തെ ഹോംവർക്ക് അല്ല, അതിന് ഗുഡും സ്റ്റാറൊക്കെ കിട്ടിയെന്നെല്ലാം പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഒരാൾ. ഇന്ന് ഒറ്റ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ മാത്രമേ ഹോംവർക്ക് ഉള്ളൂ. ഒരു 3:30-4 മണിയെല്ലാം ആകുമ്പോഴേക്കും ഇതാ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കോലായത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ മഴ വരുന്ന സമയത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാനൊക്കെ നല്ല രസമല്ലേ. അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞു. വൈകുന്നേരത്തേക്ക് ചായ വെച്ചോണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ ഒന്നിങ്ങനെ സ്പ്രേ പോലെ പൊടിഞ്ഞിട്ട് പോയിട്ട് പെയ്തിട്ടൊന്നുമില്ല. ഇടി തുലാവർഷം തുടങ്ങി ശരിക്കും. മിഞ്ഞാന്ന് നല്ലൊരു ഇടി പൊട്ടിന്, ഭയങ്കര ഇടി. അതുകൊണ്ട് നമ്മളെ കണ്ണൂർ ശ്രീകണ്ഠാകത്ത് വീണിട്ട് 2 പേര് മരിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ ഇടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ ഇപ്രാവശ്യം കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇനി വരുവേ ഉള്ളൂ. പണ്ടല് സ്കൂൾ വിടുന്ന സമയം നമുക്കൊരു മഴ വരാനില്ലേ, ഇടിയും മഴയും എല്ലാം ആയിട്ട്. അതൊന്നും വന്നിട്ടില്ല, കാര്യമായിട്ട് വരുന്ന അത്ര. ചുട്ടി സ്കൂളിൽ പോയിട്ട് എന്തുണ്ടായിരുന്നു വിശേഷം? നല്ല തന്നെയാ. ഹോംവർക്ക് ഉണ്ടല്ലോ ഇന്ന്. എന്താ എഴുതാനുള്ളേ? വേഗം കുളിച്ചിട്ട് എഴുതാട്ടോ. ഓക്കെ. ചായ കുടിയൊക്കെ വേഗം കഴിഞ്ഞിട്ട് രാത്രിയേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പരത്തുമ്പോഴേക്ക് അമ്മ ചുടും. അങ്ങനെ രണ്ടാളും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർക്കാമല്ലോ. ഉച്ചക്കത്തെ മീൻകറി ഉണ്ട്. ഒരാൾ അമ്മീൻ്റെ അടുത്ത് സ്ഥിരം വേണ്ടുന്നതുകൊണ്ട് നമ്മൾ മാറിയിട്ട് അങ്ങനെ ചെയ്യാമെന്നേ ചെയ്യാം. അപ്പോൾ ഇതാ ചപ്പാത്തിയും പരത്തുന്നുണ്ട്. അമ്മ ഇപ്പോഴെത്തും. അപ്പോഴേക്ക് ചുട്ടി ഹോംവർക്ക് ചെയ്യുമോ? കാണിക്ക. ആണല്ലേ നിച്ചുനിന്ന് ഹോംവർക്ക്. സൂപ്പർ കണ്ണാ. കാണിക്ക്. ഇനി കുറച്ചും കൂടി എഴുതിയാൽ കംപ്ലീറ്റ് ആയി അല്ലേ? അത്രയും കൂടെ ഉള്ളൂ അല്ലേ? വേഗം തീർത്തോട്ടാ. ഓക്കെ ഓക്കെ. യാമി കളിക്കുന്നുണ്ടേ. ചേച്ചി ഹോംവർക്ക് ചെയ്യുന്ന നോക്കിയിട്ട് വേഗം തീർത്തോ. ചേച്ചി 3 കോളം എഴുതിട്ടാ. ഇനി ഒരു കോളം കൂടെ ഉള്ളു അല്ലേ? ഓരോന്നായിട്ട് എഴുതിയിട്ട് യാമി കൊണ്ട് കാണിച്ചു കൊടുക്കുവേ. യാമി ഓക്കെ പറയണം, എന്നാലേ ചേച്ചി അടുത്തത് എഴുതൂ. ഓക്കെ പറ ചേച്ചി. ഓക്കെ ചേച്ചി.